ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളുടെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഡയമെൻഷൻ മാത്രം ഓരോ പാർട്സിനും എത്ര ഡയമെൻഷൻ കൊടുക്കണം എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അല്ലാതെ അതിന്റെ റീഎൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് അങ്ങനെ ഒന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് എത്രയാണ് ആ സ്ട്രക്ചറിന് വേണ്ട വിഡ്ത്ത്, ഹൈറ്റ്, തിക്നെസ് ഇതെല്ലാമൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. അതിൽ എച്ച് എന്താണ്, L1, L2, L3, L4, B എന്താണെന്നൊക്കെ നോക്കി. ഈ കാണുന്ന പോർഷന്റെ പേരാണ് ലോഞ്ചിങ് ഏപ്രൺ. ഇതാണ് ഇംപെർവിയസ് ഏപ്രൺ. അതുപോലെ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും ലോഞ്ചിങ് ഏപ്രൺ ഉണ്ട്. ഓക്കെ, സോ ഇനി ഇതിന്റെ അകത്ത് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളതെന്ന് നോക്കുക. ഇതാണ് വെയർ വോള്. ഈ കാണുന്നതാണ് വെയർ വോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബോഡി വോൾ എന്നൊക്കെ പറയും. അപ്പൊ വെയറിന്റെ ഡിസൈൻ ചെയ്യണം, വെയർ വോളിന്റെ ഡിസൈൻ ചെയ്യണം. പിന്നെ എന്താ വേണ്ടത്, ഇവിടെ ലോഞ്ചിങ് ഏപ്രൺ ഉണ്ട്. ലോഞ്ചിങ് ഏപ്രണിനൊക്കെ നമ്മൾ ഒരു നോമിനൽ തിക്നെസ് എപ്പോഴും ഒരു 0.8 മീറ്റർ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ലോഞ്ചിങ് ഏപ്രണിന്റെ ലെങ്ത് എല്ലാം കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫ്ലോർ ഉണ്ട്. ഈ ഫ്ലോറിന്റെ ഡിസൈൻ ചെയ്യണം. ഇതിനെ എൻറ്റയർലി നമ്മൾ പറയുന്ന ഫ്ലോർ എന്നാണ്. ലോഞ്ചിങ് ഏപ്രണും ഇംപെർവിയസ് ഏപ്രണും കൂടെ ഒരുമിച്ച് അപ്പൊ നമുക്ക് എന്തുണ്ട്, ഫ്ലോർ ഉണ്ട്. ഫ്ലോറിന്റെ ഏതൊക്കെ ഡയമെൻഷൻസ് നമുക്ക് വേണം, ലെങ്തും വേണം, തിക്നെസ്സും വേണം. ലെങ്ത്, തിക്നെസ്. ഇനി ഏത് വേണം, ഇവിടെ ഒരു കട്ട് ഓഫ് ഉണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്നത് തന്നെയാണ് പൈല്. അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പൈലുണ്ട്. അപ്പം കട്ട് ഓഫിന്റെ ഡെപ്ത് എത്രയാണെന്നുള്ളതും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ വിഡ്ത്ത് ഒക്കെ എപ്പോഴും 0.4 എന്നുള്ള രീതിയിൽ ഒരു നോമിനൽ വിഡ്ത്ത് തന്നെയാണ് എപ്പോഴും കൊടുക്കുന്നത്. സോ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ആദ്യം പഠിക്കുക. ഫസ്റ്റ് വൺ ഏതൊക്കെയാ, വെയർ വാൾ ഡിസൈൻ ചെയ്യണം. സെക്കൻഡ് വൺ കട്ട് ഓഫ് വേണം. ആൻഡ് ലാസ്റ്റ് വൺ ഫ്ലോർ. ഈ മൂന്നെണ്ണമാണ് ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിൽ ഫ്ലോർ വരുമ്പോൾ അതിന് എന്തെല്ലാം കണ്ടുപിടിക്കണം, ലെങ്തും തിക്നെസ്സും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിനെ ആദ്യമേ തന്നെ നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് പോവാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഏതാ വേണ്ടേ, വെയർ വോളിന്റെ ഡിസൈൻ. വെയർ വോളിന് ഏതൊക്കെ വേണം, ഈ ഡയമെൻഷൻസ് ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും വേണം. പിന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും 4h/10 4 ഹൊറിസോണ്ടൽ ഇൻ 10 വെർട്ടിക്കലും 1:1 എന്ന് പറയുന്ന രണ്ട് സ്ലോപ്പാണ് അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലായിട്ട് കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും അങ്ങനെ തന്നെ കൊടുക്കുക. സോ ഫസ്റ്റ് നമ്മൾ വേണ്ടത് എന്താ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെയർ വോളാണ്. വെയർ. സോ അതിന്റെ ടോപ്പ് വിഡ്ത്തിനും ബോട്ടം വിഡ്ത്തിനുള്ള ഇക്വേഷൻ എഴുതിയെടുക്കുക. ടോപ്പ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ആണ് B' is equal to h/√of g minus 1. h/√of g minus 1. B' എന്ന് പറയുന്നത് എന്താ, ടോപ്പ് വിഡ്ത്ത്. ഇനി ബോട്ടം വിഡ്ത്തിന്റെ ഇക്വേഷൻ ആണ് B is equal to h plus height of wear. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഇങ്ങനെ height of wear divided by √of g minus 1. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് വെയറിന്റെ ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്ലോപ്പ് 4 horizontal in 10 vertical and downstream slope എന്ന് പറയുന്നത് 1:. ഇക്വേഷൻ എഴുതിയെടുക്കുക.
സോ എച്ച് എന്താ ഇതില്? എച്ച് എന്ന് പറയുന്ന ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്നത് എന്താ? വെയറിന്റെ ക്രസ്റ്റ് ലെവലിൽ നിന്ന് HFL വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഹെഡ് എത്രയാണോ അതാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ താഴേക്ക് വരും, നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ ഇനി നെക്സ്റ്റ് വണ്ണാണ് സെക്കൻഡ്. നമ്മൾ എന്തായിരുന്നു അടുത്ത് ഡിസൈൻ ചെയ്യേണ്ട? എന്താ? ഈ കട്ട് ഓഫ് വാള്. ഓക്കെ, അപ്പൊ ആ കട്ട് ഓഫ് വാളിന്റെ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. സെക്കൻഡ് വൺ, കട്ട് ഓഫ്. ഇപ്പൊ കട്ട് ഓഫിന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡെപ്ത് ആണ്. ഓക്കെ, കട്ട് ഓഫില് എത്ര ഡെപ്ത് കൊടുക്കണം? അപ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും നമ്മൾ സെയിം ഡയമെൻഷനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര ഡെപ്ത് കൊടുക്കണം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി ലേസി സ്കോറിംഗ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ലേസി സ്കോറിംഗ് ഡെപ്ത്. ലേസി സ്കോറിംഗ് ഡെപ്ത് ഈസ് ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ 1.5 R ആണ്. പക്ഷെ ഇവിടെ എന്താണ് ഈ ലേസി സ്കോറിംഗ് ഡെപ്ത് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇവിടുന്ന് വാട്ടർ ഒഴുകി വരുമ്പോഴത്തേക്കും, ഈ പോർഷനിൽ നിന്ന് വാട്ടർ ഒഴുകി വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സ്കോറിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു വെയർ വോൾ നിങ്ങൾ വെച്ച് ഇവിടുന്ന് വാട്ടർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്കോറിങ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എത്ര ഡെപ്തിലാണോ സ്കോറിങ് നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേസി സ്കോറിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്ര ഡെപ്ത് വരെ സ്കോറിങ് നടക്കുന്നുണ്ടോ അത്രയും ഡെപ്ത് വരെ നമ്മൾ എന്ത് കൊടുക്കണം? ഈ പൈല് പ്രൊവൈഡ് ചെയ്യണം. പൈലിന്റെ ബോട്ടം എന്ന് പറയുന്നത് സ്കോറിംഗ് ഡെപ്ത് എവിടെ വരെയാണോ, ഇപ്പൊ ഈ ഒരു പോർഷൻ ഇതിൽ നോക്കി ഏറ്റവും ബോട്ടം പോർഷൻ എവിടെയാ? ഇങ്ങനെയാണ് സ്കോറിങ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു ഫിഗറിൽ ഞാൻ വരച്ചേക്കുന്ന ഈ ഒരു പോർഷനിൽ ഇത്രയും ഡെപ്തിലാണ് സ്കോറിങ് നടക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഇതിന്റെ ഏറ്റവും ബോട്ടം കണ്ടോ, ഈ ലെവല്, ആ ലെവല് വരെ എന്ത് കൊടുക്കണം? പൈല് അല്ലെങ്കിൽ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യണം. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ ഈ HFL ഇല്ലേ, ഹൈ ഫ്ലഡ് ലെവൽ. ഹൈ ഫ്ലഡ് ലെവലിന്റെ അവിടം തൊട്ടേ സ്കോറിങ് നടക്കും. ഹൈ ഫ്ലഡ് ലെവലിന്റെ അവിടം തൊട്ടേ സ്കോറിങ് നടക്കും. ഓക്കെ, ആ സ്കോറിങ് നടന്ന് താഴെ ബോട്ടത്തിൽ നിന്നും സോയിലിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. സ്കോറിങ് എന്താണെന്ന് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോയിൽ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അതിനെയും കൂടി ഇറോഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് സ്കോറിങ് എന്ന് പറയുന്നത്. സോ ഹൈ ഫ്ലഡ് ലെവലിന്റെ ടോപ്പ് തൊട്ട്, ഹൈ ഫ്ലഡ് ലെവൽ എവിടെയാണോ അവിടം തൊട്ട് നിങ്ങളുടെ ബോട്ടം വരെയുള്ള, അതായത് സ്കോറിങ് എവിടെ വരെയാണോ നടക്കുന്നത് അവിടം വരെയുള്ള ഡെപ്ത് ആണ് ഈ 1.5 R എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗറിൽ ഞാൻ അത് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ HFL നിന്ന് ഇത്രയും വാല്യൂ ആണ് ഈ 1.5 R. ഓക്കെ, ലേസി സ്കോറിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളത്തിൽ നമ്മൾ കട്ട് ഓഫ് കൊടുക്കേണ്ട കാര്യമില്ല, വെള്ളം തന്നെ ഇരുന്ന് സ്കോർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ താഴെ സോയിലിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആ സോയിലിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോർഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ലേസി സ്കോറിംഗ് ഡെപ്ത് എന്ന് പറയുന്ന വാല്യൂ ഫിഗറിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ HFL തൊട്ട് കട്ട് ഓഫിന്റെ ബോട്ടം വരെയുള്ള ഡയമെൻഷൻ ആണ് നമുക്ക് 1.5 R എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ കട്ട് ഓഫിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, ആരെങ്കിലും പറയോ? കട്ട് ഓഫിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയും ഡിസ്റ്റൻസ്? ഈ ഒരു ഡെപ്ത് ആണ് കട്ട് ഓഫിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൈലിന്റെ ഡെപ്ത്. പൈൽ ഓർ കട്ട് ഓഫ് ആണ്. പൈലിന് പറയുന്ന വേറൊരു പേരാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ ഡെപ്ത് ആണ് നമുക്ക് വേണ്ടത്, കട്ട് ഓഫ് ഡെപ്ത് ആണ് വേണ്ടത്. ലേസി സ്കോറിംഗ് ഡെപ്ത് 1.5 R അറിയാമെങ്കിൽ കട്ട് ഓഫിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഗോകുൽ, ഗോകുൽ, എങ്ങനെയാ കട്ട് ഓഫ് ഡെപ്ത് കണ്ടുപിടിക്കുക? 1.5 R അറിയാമെങ്കിൽ ഈ ഒരു കട്ട് ഓഫിന്റെ ഡെപ്ത് എങ്ങനെ കണ്ടുപിടിക്കും?
1.5 ആറുന്നു ആ എച്ച് മൈനസ് ചെയ്യുക പ്ലസ് ആ ഈ വെയർവോളിന്റെ ഹൈറ്റും കൂടി വെയർവോളിന്റെ ഹൈറ്റും എച്ചും 1.5 ആറിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? കട്ട് ഓഫിന്റെ ഡെപ്ത് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. 1.5 ആർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുക. 1.5 ആർ എന്ന് പറയുന്നത് എന്താ? എച്ച് എഫ് എല്ലിൽ നിന്ന് കട്ട് ഓഫിന്റെ ബോട്ടം വരെയുള്ള ഡെപ്ത് ആണ് ലേസി സ്കോറിംഗ് ഡെപ്ത് അല്ലെങ്കിൽ 1.5 ആർ എന്ന് പറയുന്നത്. ഓക്കെ, ലേസി സ്കോറിംഗ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 1.5 ആർ ആണ്. സോ ഇനി കട്ട് ഓഫ് ഡെപ്ത് കണ്ടുപിടിക്കണം. സോ കട്ട് ഓഫ് ഡെപ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? കട്ട് ഓഫ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 1.5 ആർ മൈനസ് ക്യാപിറ്റൽ എച്ച് മൈനസ് ഹൈറ്റ് ഓഫ് വെയർ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നൊന്നുമില്ല, ഇവിടെ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഫിഗർ പഠിച്ചു വെക്കണം എന്തായാലും. ഓരോ ഡയമെൻഷൻ ഏതൊക്കെയാണ്, എച്ച് എന്താണ്, 1.5 ആർ എന്താണ്, L4 എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ഫിഗർ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ 1.5 ആറിൽ നിന്ന് എച്ചും ഈ ഹൈറ്റും കൂടെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കട്ട് ഓഫിന്റെ ഡെപ്ത് കിട്ടും. സോ നമുക്കിനി ഇതിലെ എല്ലാ ടേംസും അറിയണം ഇല്ലേ? ഈ ആർ എന്താന്ന് അറിയത്തില്ല, ക്യാപിറ്റൽ എച്ച് എന്താന്ന് അറിയത്തില്ല. ഹൈറ്റ് ഓഫ് വെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഹൈറ്റ് ഓഫ് വെയർ മാത്രം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, എന്തായാലും തന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആറ് എഴുതിയേക്കുക. ക്യാപിറ്റൽ ആറിന്റെ ഇക്വേഷൻ ആണ്. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 1.35 q square by f the whole raised to 1/3. Capital R is equal to 1.35 q square by f the whole raised to 1/3. Small q എന്ന് പറയുന്നത് ഇതിലെ q is equal to where small q is equal to capital Q divided by length of wear. Length of wear നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഓക്കെ, വെയറിന്റെ ലെങ്ത് എത്രയാണോ അത്രയും തന്നിട്ടുണ്ടോ? ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് എന്താ? ഡിസ്ചാർജ് ആണ്, അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഓക്കെ, സോ ഇതൊക്കെയാണ് ഇക്വേഷൻസ് കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്നത്. സോ ക്യാപിറ്റൽ ആർ ഈസ് ഇക്വൽ ടു 1.35 q സ്ക്വയർ ബൈ എഫ് ദ ഹോൾ റേസ് ടു 1/3 ആണ്. അതിൽ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് വെയർ, ആൻഡ് എഫ് എന്ന് പറയുന്നത് സിൽറ്റ് ഫാക്ടർ ആണ്, അതെപ്പോഴും 1 ആയിട്ട് സിൽറ്റ് ഫാക്ടർ ആണ്, അത് 1 ആയിട്ട് എടുക്കുന്നത്, എപ്പോഴും 1 തന്നെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്യാപിറ്റൽ ആറിന്റെ ഇക്വേഷൻ കിട്ടി. ലേസി സ്കോറിംഗ് ഡെപ്തിൽ 1.5 ആറിലെ ആറിന്റെ ഇക്വേഷൻ ആണിത്. അതിലെ ഓരോ ടേംസ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ച് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. സ്മോൾ ക്യൂ ഈസ് ഈക്വൽ ടു 1.7 h raised to 3/2. ഓക്കെ, 1.7 h raised to 3/2. സോ നമ്മൾ സ്മോൾ ക്യൂ എന്താന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് വെയർ എന്ന് പറയുന്നതാണ് സ്മോൾ ക്യൂ. സ്മോൾ ക്യൂ അറിയാമെങ്കിൽ ക്യാപിറ്റൽ എച്ച് കണ്ടുപിടിച്ചൂടെ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്മോൾ ക്യൂ ഈസ് ഈക്വൽ ടു 1.7 h raised to 3/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ എച്ചും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം കട്ട് ഓഫ് ഡെപ്തിന് കണ്ടുപിടിക്കാൻ വേണ്ടി 1.5 ആർ മൈനസ് ക്യാപിറ്റൽ എച്ച് മൈനസ് ഹൈറ്റ് ഓഫ് വെയർ ആണ്. അതില് ആറിന്റെ ഇക്വേഷനും ക്യാപിറ്റൽ എച്ചിന്റെ ഇക്വേഷനും പഠിച്ചു വെക്കുക. വേർ 1.5 ആർ എന്ന് പറയുന്നതാണ് ലേസി സ്കോറിംഗ് ഡെപ്ത്. സോ കട്ട് ഓഫും ഡിസൈൻ ചെയ്തു. ഇനി തേർഡ് വൺ എന്താ? കട്ട് ഓഫും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് വേണം? ഫ്ലോർ വേണം. അതായത് ഇനി ഈ ഫ്ലോറിലേക്ക് വരുവാണ്. ഈ ഫ്ലോറിലെ എല്ലാ ഡയമെൻഷനും L1, L2, L3, L4, ബി തന്നിട്ടുണ്ട്. ബിയുടെ
ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു ഹൈറ്റ് എച്ച് പ്ലസ് ഹൈറ്റ് ഓഫ് എയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ജി മൈനസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ബിയും ബി ഡാഷും ഒക്കെ അറിയാം. പിന്നെ ബാക്കിയുള്ള ലെങ്ത് L4, L1, L2, L3 ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. കൂടാതെ എന്തും കൂടെ വേണം, ഈ തിക്നെസ്സും കൂടെ വേണം. അപ്പൊ ഫ്ലോർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ട് അതിൽ? ലെങ്തും കണ്ടുപിടിക്കണം, തിക്നെസ്സും കണ്ടുപിടിക്കണം. സോ ഈ തേർഡ് വൺ ആണ് ഫ്ലോറിൽ ആദ്യമേ തന്നെ ലെങ്ത് വരുന്നുണ്ട്. ആദ്യം ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിക്നെസ്സിലോട്ട് പോകും. സോ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഇക്വേഷൻസ് ആണ്. കുറച്ച് ഇക്വേഷൻസ് അധികം കാണാതെ പഠിക്കാനുണ്ട് ലെങ്തിന്. അതായത് L2+3 അങ്ങനെ കുറച്ച് ഇക്വേഷൻ, L2നും L2+L3 എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. സോ അത് രണ്ട് കേസും ഉണ്ട്, വിത്ത് ഷട്ടറും വിത്തൗട്ട് ഷട്ടറും. ഫസ്റ്റ് ഞാൻ വിത്ത് ഷട്ടറിന്റെ കേസാണ് പറയുന്നത്. വിത്ത് ഷട്ടർ ആൻഡ് വിത്തൗട്ട് ഷട്ടർ. ഓക്കെ, വിത്ത് ഷട്ടറിൽ വരുന്ന ഇക്വേഷൻസ് ആണ്. L2ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2.21 C into root of HL/13. ഇവിടെ L2 is equal to 2.21 C into root of HL/10. നോക്കിയേ, ഇവിടെ ആകെ വ്യത്യാസം ഈ 13നും 10നും മാത്രമേ ഉള്ളൂ. ഷട്ടർ വരുന്ന കേസിൽ 13 ആയിരിക്കും, ഷട്ടർ ഇല്ലാത്ത കേസിൽ 10 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് L2+L3ക്ക് ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ L2 അറിയാമല്ലോ നമുക്ക് ഓൾറെഡി. L2 അറിയാമെങ്കിൽ L3 കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ആ ഒരു രീതിയിൽ. L2+L3 is equal to 18C into root of HL/13 into Q/75. Okay, 18C into root of HL/13 into Q/75. Without shutter ആണെങ്കിൽ L2+L3 is equal to 18C into root of, ഇവിടെ HL/13 പകരം എന്ത് വരും? HL/10 വരും. കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. HL/10 into Q/75. ഇനി L4 എന്ന് പറയുന്നത് L4 equal to L3/2 ആയിരിക്കും. അത് രണ്ട് കേസ്. L4 equal to L3/2. ഓക്കെ, ഫ്ലോറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടും? L2 ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അതിൽ HL എന്താ? HL എന്ന് പറയുന്നത് ഹെഡ് ലോസ് ആണ്. പിന്നെ L2 അറിയാമെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ L3 കിട്ടും. C എന്ന് പറയുന്ന ബ്ലൈസ് കോയിഫിഷ്യന്റ് ആണ്, അത് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ബ്ലൈസ് കോയിഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് അത് ഓരോ ടൈപ്പ് ഓഫ് സോയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ L4ഉം കിട്ടും. അപ്പൊ L2, L3, L4 എന്ന് പറയുന്ന മൂന്ന് വാല്യൂസ് ഇവിടെ കിട്ടും. L2, L3, L4. പക്ഷെ L1 ഇല്ലല്ലോ. L1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലൈസ് തിയറിയുടെ സേഫ്റ്റി ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് L3 കണ്ടുപിടിക്കുന്നത്. അല്ല സോറി, L1 കണ്ടുപിടിക്കുന്നത്. L1 അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ മിനിമം അവർ പറയുന്നുണ്ട്, ബ്ലൈക്സ് പറയുന്നത് സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിങ്ങിന് വേണ്ട കണ്ടീഷൻ ക്യാപിറ്റൽ L എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ഷുഡ് ബി ഈക്വൽ ടു C into HL എങ്കിലും മിനിമം വേണം എന്നാണ്, അല്ലെ? C into HL എങ്കിലും മിനിമം വേണം എന്നാണ്. സോ നിങ്ങൾ നോക്കുക, L2ഉം L3യും L4ഉം ആ ഫ്ലോറിന്റെ ഡെപ്തും എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ട്, സോ ഈ ഒരു ഫിഗർ വരുമ്പോഴത്തേക്ക് ക്രീപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഓക്കെ, ഇവിടുന്നാണ് ക്രീപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെ ക്രീപ്പ് ചെയ്ത്
ഈ ഒരു ഫ്ലോർ വരെ വരും. സോ ഇത്രയും ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്രീപ്പ് എൽ, ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര വേണം? സി ഇൻറ്റു എച്ച് എൽ എങ്കിലും മിനിമം പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഡെപ്ത് ഓഫ് കട്ട് ഓഫ് നമ്മൾ കണ്ടുപിടിച്ചു. അതിപ്പം D1 ആണെന്ന് വിചാരിക്കുക. ഇതും D1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ക്രീപ്പ് ലെങ്തിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ക്യാപിറ്റൽ എല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into D1 plus L1 plus B plus L2 plus 2 into D1 is equal to total creep length എന്നല്ലേ? അപ്പൊ അതിൽ B അറിയാം, L2 അറിയാം, D1 ഉം അറിയാമെങ്കിൽ L1 കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഈക്വൽ ടു സി ഇൻറ്റു എച്ച് എൽ എന്ന് കൊടുക്കുക. അതായത് മിനിമം സി ഇൻറ്റു എച്ച് എൽ എങ്കിലും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ വാല്യൂ സി ഇൻറ്റു എച്ച് എൽ എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. സി എന്ന് പറയുന്ന ബ്ലൈസ് കോഎഫിഷ്യന്റും എച്ച് എൽ എന്ന് പറയുന്ന ഹെഡ് ലോസും ആണ്. സോ സി ഇൻറ്റു എച്ച് എൽ എന്ന് പറയുന്ന ഈ വാല്യൂ അവിടെ വെക്കുക. കൂടാതെ എന്ത് ചെയ്യണം? ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു D1 പ്ലസ് L1 പ്ലസ് B പ്ലസ് L2 പ്ലസ് 2 ഇൻറ്റു D1 തന്നെയാണ്. സോ അതിൻ്റെ അകത്ത് ബാക്കി അറിയാൻ മേലാത്ത വാല്യൂ എന്ന് പറയുന്നത് L1 മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാം? L1 കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ L1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലൈക്സ് തിയറിയുടെ ബേസിസിലാണ്. സി ഇൻറ്റു എച്ച് എൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് രണ്ട് കേസിലും. ഓക്കെ, സോ ഇതാണ് ഫ്ലോർ വരുന്നത്. ഫ്ലോറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ തിക്നെസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരു പോയിന്റ് ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിലെ തിക്നെസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിനെ കൂടെ തിക്നെസ് കണ്ടുപിടിക്കും. ഓക്കെ, ആ തിക്നെസ്സിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ബ്ലൈക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് ഫ്ലോറിലെ തന്നെ ബി എന്ന് പറയുന്നത് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ബ്ലൈക്സ് പറഞ്ഞ എന്തായിരുന്നു? T is equal to 4/3 h/g-1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അതിൽ എച്ച് എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരെയുള്ള ഓർഡിനേറ്റ് ആണ് എച്ച് എന്ന് പറഞ്ഞത്. ഏത് പോയിന്റിലെ തിക്നെസ് ആണോ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരെയുള്ള ഓർഡിനേറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്തോ. ആദ്യമേ വേറിന്റെ ഒരു ഇക്വേഷൻ, പിന്നെ കട്ട് ഓഫിന്റെ എല്ലാ ഇക്വേഷൻസും, പിന്നെ ഫ്ലോറിന്റെ ലെങ്ത് ഉണ്ട്, തിക്നെസ്സും ഉണ്ട്. ഫ്ലോറിന്റെ ലെങ്തിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ടേമോ എന്തെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ഏതേലും സി ഏതാന്നോ എച്ച് എൽ ക്യൂ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അറിയാതെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? എഴുതിയെടുത്തോ എല്ലാവരും? അമൽ ഷിബു എഴുതിയെടുത്തോ? റുഹിമ എഴുതിയെടുത്തോ? ഓക്കെ, സോ അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ക്ലാരിറ്റി കിട്ടും. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? വേറൊരു ഡിസൈനിന്റെ ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുഴുവൻ ഡിസൈൻ ആയിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അതിൽ ഓരോ പാർട്സ്, ഇപ്പൊ ആ ഫ്ലോർ ഡിസൈൻ ചെയ്യാനും പിന്നെ ആ മുകളിലത്തെ ക്യാപിറ്റൽ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിരിക്കുന്നത്. സോ ഈ മുഴുവൻ പ്രോബ്ലം പഠിച്ച് നമുക്ക് എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്വസ്റ്റ്യൻ എഴുതിക്കോ.
ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ? സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലൈറ്റ്സ് കോയിഫിഷ്യന്റ് സി തന്നിട്ടുണ്ട്, ഫ്ലഡ് ഡിസ്ചാർജ് ക്യൂ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് വെയർ 40 മീറ്റർ തന്നു, ഹൈറ്റ് ഓഫ് വെയറും ഹൈറ്റ് ഓഫ് ഷട്ടറും തന്നിട്ടുണ്ട്, ടോപ്പ് വിഡ്ത്ത് ഓഫ് വെയറും ബോട്ടം വിഡ്ത്ത് ഓഫ് വെയറും ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ അത് തരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ കേസിൽ മാത്രമാണ് വെയറിന്റെ ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും തന്നേക്കുന്നത്. പക്ഷേ എങ്കിൽ ചില കേസസിൽ അത് തരണമെന്നില്ല. സോ അതും കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഇതില് HL, അതായത് നിങ്ങളുടെ ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻസിൽ വേണ്ട വാല്യൂസ് എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. നമുക്ക് ഏതൊക്കെ വേണം? HL വേണം, C തന്നിട്ടുണ്ട്, സ്മോൾ Q വേണം. ഇതെല്ലാം ഇമ്പോർട്ടന്റ്, എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സാധനമാണ് HL, Q, C. അങ്ങനെ എല്ലാ വാല്യൂസും ജസ്റ്റ് G, ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ഇക്വേഷനിലും വേണ്ട ഏതൊക്കെ വാല്യൂസ് ആണോ അതെല്ലാം ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ആ ഒരു സ്റ്റെപ്പ് 1, ഡീറ്റെയിൽസ്, ഗിവൺ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയാലും മതി. ആ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് എഴുതി വെക്കാം. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ Q തന്നിട്ടുണ്ട്, ഫ്ലഡ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലെ? ഫ്ലഡ് ഡിസ്ചാർജ് 300 ക്യൂമക് എന്ന് തന്നിട്ടുണ്ട്. 300 ക്യൂമക്, ക്യൂമക് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? സി വാല്യൂ തന്നിട്ടുണ്ട്. ബ്ലൈറ്റ്സ് കോയിഫിഷ്യന്റ് സി ഈസ് ഈക്വൽ ടു 12 എന്ന് തന്നിട്ടുണ്ട്. 12 എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ഓഫ് വെയറും ഹൈറ്റ് ഓഫ് ഷട്ടറും തന്നിട്ടുണ്ട്. ടോപ്പ് വിഡ്ത്ത് ഓഫ് വെയറും ബോട്ടം വിഡ്ത്ത് ഓഫ് വെയറും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി വേണ്ടത് സ്മോൾ ക്യൂവും HL ഉം സ്മോൾ ക്യൂവും HL ഉം കൂടെ കണ്ടുപിടിച്ച് വെക്കുക. സ്മോൾ ക്യൂവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റോൾ നമ്പർ എബിൻ, സ്മോൾ ക്യൂവിന്റെ ഇക്വേഷൻ പറയോ? Discharge by length of wear. Okay, discharge divided by length of wear. Length of wear എത്രയാന്ന് നോക്കിയേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? 300 divided by length of wear. The 40 meters. Okay. Okay, വാല്യൂ എത്രയാന്ന് പറഞ്ഞു? $7.5. 7.5. ഇത് ഡിസ്ചാർജ്, ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം ഡിസ്ചാർജ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ അല്ലേ വന്നിരിക്കുന്നത്, ലെങ്ത് എന്ന് പറയുന്നത്. സോ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് സ്മോൾ ക്യൂവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 7.5 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? HL വേണം, ക്യാപിറ്റൽ HL. HL എന്ന് പറയുന്നത് എന്താ? ഹെഡ് ലോസ് ആണ്. ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഹെഡ് ഉണ്ടോ ആ ഹെഡിനെ ലോസ് ആക്കുക എന്നുള്ളതാണ് അർത്ഥം. സോ നിങ്ങളുടെ ഈ ഒരു കേസ് പറയുമ്പം ഓക്കെ, ഇതാണ് ഷട്ടറും വരുന്നത്. സോ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും H, അതായത് ഹെഡ് എന്ന് പറയുന്നത് എന്തോരവാ? ഏറ്റവും മാക്സിമം ഹെഡ് എന്ന് പറയുന്നത്
ആ ഷട്ടർ വരെ ഉള്ള ഡിസ്റ്റൻസ് എന്തുകൊണ്ടായിരിക്കും? HFL എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഫ്ലഡിന്റെ സമയത്ത് എന്താ ഇതിന്റെ ഈ ഷട്ടറിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി പോവുക, അവിടെ കെട്ടി നിർത്തുന്നില്ല. കെട്ടി നിർത്തുമ്പോഴാണ് എന്ത് വരുന്നത്? ഹെഡ്. എന്തോരം വാട്ടർ അവിടെ കെട്ടിക്കിടക്കുന്നുള്ളൂ എന്നാണ് നോക്കുന്നത്. എന്തോരം വാട്ടർ കെട്ടിക്കിടത്താൻ പറ്റുള്ളൂ നമുക്ക്? ഈ വെയറും പിന്നെ ഷട്ടറും കൂടെ കൂടിച്ചേർന്ന ആ ഒരു പോർഷൻ മാത്രമേ അവിടെ കെട്ടി നിർത്താൻ പറ്റുന്നുള്ളൂ, അല്ലെ? ഇത്രയും വെള്ളത്തിനെ മാത്രമേ നമുക്ക് അവിടെ പിടിച്ച് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ബാക്കി ഈ HFL എന്ന് പറയുന്നത് എന്താ? മുകളിലൂടെ ഒഴുകി പോകുന്നത്. ഇതിന് മുകളിലൂടെയുള്ള വെള്ളം എന്ത് ചെയ്യും? ഒഴുകി തന്നെ താഴേക്ക് പോകും. അതിനെ നമുക്ക് അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റത്തില്ല. സോ പ്രഷർ ഏത് കാരണമേ ഉണ്ടാവുള്ളൂ? അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ കാരണമേ അവിടെ എന്തുണ്ടാവുള്ളൂ? പ്രഷർ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ HLന്റെ ഇക്വേഷൻ ഞാൻ എന്താ പറഞ്ഞത്? അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL എന്നായിരുന്നു. സോ HL എന്ന് പറയുന്ന എന്തോരം ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ലെങ്ത് എന്നാ വരുക? ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഹെഡ് ആയിരിക്കും HL എന്ന് പറയുന്നത്. സോ അത് എത്രയാണെന്ന് പറയുമോ? അക്ഷയ്, അക്ഷയ്, ഈ ഒരു HLന്റെ വാല്യൂ എത്രയാ? അതിന്റെ ഹൈറ്റ് ഓഫ് വെയർ ഹൈറ്റ് ഓഫ് വെയർ പ്ലസ് അതിന്റെ ഷട്ടർ, ഹൈറ്റ് ഓഫ് വെയർ പ്ലസ് ഹൈറ്റ് ഓഫ് ഷട്ടർ ആണ് HL എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് വെയറും ഹൈറ്റ് ഓഫ് ഷട്ടറും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? എത്രയൊക്കെയാ? 2 മീറ്റർ പ്ലസ് 0.6 മീറ്റർ. 2 പ്ലസ് 0.6. സോ HLന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? 2.6 മീറ്ററിന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. വേറെ ജി എന്ന് പറയുന്നത് എത്രയാ? 2.4. 2.4 ആണ് ജി എന്ന് പറയുന്നത്. വേറെ ഒന്നും തന്നെ സി എ, HL, ക്യൂ, ജി, ബാക്കി എല്ലാം തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും വരും. സോ ഡിസൈൻ ഓഫ് വെയർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് നോക്കുക. എന്തൊക്കെ പാർട്സ് ഉള്ളത്? നമുക്ക് വെയർ ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്. ഫ്ലോറിന്റെ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ ആദ്യമേ തന്നെ വെയറിൽ ഏതൊക്കെയാ വരുന്നത്? ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും. അത് ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇല്ലേ? ടോപ്പ് വിഡ്ത്ത് ഓഫ് വെയറും ബോട്ടം വിഡ്ത്ത് ഓഫ് വെയറും തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ സ്റ്റെപ്പ് 2 പോലെ എഴുതി വെച്ചേക്ക്. ജസ്റ്റ് ഡിസൈൻ ഓഫ് വെയർ വാൾ. വെയർ വാൾ അതിലെ എല്ലാ ഡയമെൻഷൻസും നമുക്ക് ഉണ്ട് ഓൾറെഡി. ബി ഈസ് ഈക്വൽ ടു ബി ഡാഷ് ഈസ് ഈക്വൽ ടു ബി ഈക്വൽ ടു ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ്. ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ വെയർ എന്ന് പറയുന്നത് 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബോട്ടം വിഡ്ത്ത് ഓഫ് ദ വെയർ എന്ന് പറയുന്നത് 3.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ അതങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്സ്ട്രീം സ്ലോപ്പ് 4 horizontal is to 10 vertical and downstream slope 1 is to 10. Okay. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്താ? അലീന, സ്റ്റെപ്പ് അടുത്ത ഏത് ഡിസൈനാ വേണ്ടേ? കട്ട് ഓഫ്. ഡിസൈൻ ഓഫ് കട്ട് ഓഫ്. കട്ട് ഓഫിന്റെ ഡെപ്തിന്റെ ഇക്വേഷൻ എന്താ? 1.5 r അല്ല. 1.5 r മൈനസ് h മൈനസ് ഹൈറ്റ് ഓഫ് വെയർ. ഹൈറ്റ് ഓഫ് വെയർ. ഓക്കെ, ആറിന്റെ ഇക്വേഷൻ എന്താ? സോ ഇക്വേഷൻ ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് വേണം? ആറിന്റെ വാല്യൂം എച്ചിന്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് രണ്ടും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക.
ആറിന്റെ വാല്യൂ എച്ചിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ആറിന്റെ ഇക്വേഷൻ പറഞ്ഞോ, പറ അലീന. 1.35 Q square by F or raised to 1/3. ഓക്കെ, ക്യൂ നിങ്ങൾക്ക് അറിയാം, എഫിന്റെ വാല്യൂ 1. അപ്പം വാല്യൂസ് പറഞ്ഞേ 1.35 ഇൻറ്റു 7.5 7.5 square by 1. by 1 the whole raised to 1/5 ചെയ്യുമ്പോൾ ആറിന്റെ വാല്യൂ. വാല്യൂം കൂടെ പറയൂ. 5.172. ഓക്കെ, 5.172 മീറ്റർ. ഓക്കെ, ഇനി അമൽ, അടുത്തത് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? Q is equal to 1.7 h raised to 3/2. 1.7 h raised to 3/2. സോ ഇതില് ക്യൂവിന്റെ വാല്യൂ അറിയാലോ. ക്യൂ അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്മോൾ ക്യൂ ഇസ് ഈക്വൽ ടു 7.5 ഈക്വൽ ടു 1.7 h raised to 3/2 എന്ന് വരും. സോ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് ക്യാപിറ്റൽ എച്ചിന്റെ വാല്യൂ പറഞ്ഞു. അമൽ പറയാവോ? 2.6 ആണോ? 2.68 എന്ന് വരും. 2.68 മീറ്ററിന് കിട്ടും. സോ അമൃത, ഇനി ഡെപ്ത് ഓഫ് കട്ട് ഓഫ് ഒരു മിനിറ്റ് ചെയ്യണേ. ഓക്കെ, എങ്ങനെയാ? അല്ല, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. 1.5 into 5.17 ഓക്കെ minus ഓക്കെ 2.689 minus ഹൈറ്റ് ഓഫ് വെയർ height of where 2 meter. .06 ഓക്കെ 3.06 മീറ്ററിന് കിട്ടും. സോ നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് 3.06 എന്ന് കൊടുക്കാതെ അതിനൊരു 3.1 മീറ്ററിനോ അല്ലെങ്കിൽ 3.5 അങ്ങനെ കൊടുക്കുക. പക്ഷേ ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം ഒരു മിനിമം വാല്യൂ, അതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സോ 3.1 എന്ന് റൗണ്ട് ചെയ്തേ ഉള്ളൂ. 3.1 മീറ്റർ കട്ട് ഓഫിന് ഡെപ്ത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ആ ഡെപ്ത് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ആയിരിക്കും. ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇതാണ് 3.1 മീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഫിഗറിന്റെ ആ ഒരു എന്താ ഓവർവ്യൂ പഠിച്ചു വെക്കുക, എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. ഫിഗറിന് ഒരു മാറ്റവും വരുന്നില്ല, അതിലെ ഡയമെൻഷൻ മാത്രമേ മാറുള്ളൂ. സോ ഇതായിരിക്കും 3.1 മീറ്റർ എന്ന് പറയുന്നത്.
സോ കട്ട് ഓഫിന്റെ ഡെപ്തും ആയി, കട്ട് ഓഫിന്റെ ഡിസൈൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്തത് എന്താ സ്റ്റെപ്പ്? ഡിസൈൻ ഓഫ് അനക്ക. മിസ് ഡിസൈൻ ഫ്ലോർ. ഫ്ലോറിന്റെ ഡിസൈൻ. അതിൽ ആദ്യ ഫ്ലോറിന്റെ ഏത് ഡയമെൻഷനിങ് നമ്മൾ ചെയ്യുന്നത്? ലെങ്ത്. ലെങ്ത്. സോ ലെങ്തിന് കുറെ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്ത് വെക്കുക. അതിൽ ഏതെടുക്കണം? വിത്ത് ഷട്ടറിന്റെ ഇക്വേഷൻ വേണോ യൂസ് ചെയ്യാൻ, വിത്തൗട്ട് ഷട്ടറിന്റെ ഇക്വേഷൻസ് വേണോ യൂസ് ചെയ്യാൻ? വിത്ത് ഷട്ടർ. വിത്ത് ഷട്ടർ. സോ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു. ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? L2 is equal to 2.21c root HL by 13. ഓക്കെ, ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2.21 into C 12 into root of HL 2.6. divided by 30. It's 11.86. അതെ, 11.86 മീറ്ററിന് കിട്ടും. അത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത്, അതായത് 12 മീറ്ററിന് 86 എന്നുള്ളത് 12. അനന്തു, അടുത്ത ഇക്വേഷൻ ഏതാ? L3 ആണ്. L2 plus L3 equal to 18C root of HL by 13 into Q by 75. പറഞ്ഞോ. 18 into 12 root of 2.6 by 13 into 7.5 by 75. L2 plus L3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. L2 plus L3 equal to 30.54. Okay. സോ അത് കിട്ടിയത് L2 plus L3 ആണ്. നമുക്ക് വേണ്ടത് L3 ആണ്. സോ L3 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 30.54 മൈനസ് 12 എന്ന് വരും. സോ ആ വാല്യൂ എത്രയാ? 18.21. 18.21 എന്നിട്ട് ഇതിനല്ലേ അപ്രോക്സിമേറ്റ് ചെയ്ത് 20 മീറ്റർ ആക്കുക. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ 19 മീറ്റർ ഒന്നും നിങ്ങൾ എടുത്താലും അത് വലിയ പ്രശ്നമൊന്നുമില്ല. 20 മീറ്ററിന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. 19 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപർണ, മിസ് അടുത്തത് എന്താ? L4. L4ന്റെ ഇക്വേഷൻ എന്താ? L3/2. ഓക്കെ, ഈക്വൽ ടു 10. 20/2. ഓക്കെ, 10 മീറ്റർ. സോ നമുക്ക് L2, അതായത് ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നേരെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടി. L2, L3 and L4. ഓക്കെ,
സോ നമുക്ക് ഇനി എന്ത് വേണമായിരുന്നു? L1 കൂടെ വേണമായിരുന്നു. L1 കണ്ടുപിടിക്കണമെങ്കിൽ അതായത് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. Okay. ഓക്കെ, ഇതിലെ എല്ലാ വാല്യൂസും ഒന്ന് മാർക്ക് ചെയ്തേ. ഇവിടെ വരുമ്പോഴത്തേക്കും L4 നിങ്ങൾക്ക് കിട്ടി. L4 എന്ന് പറയുന്നത് 10 മീറ്റർ. ഓക്കെ, L3 എന്ന് പറയുന്നത് 20 മീറ്റർ. L2 എന്ന് പറയുന്നത് 12 മീറ്റർ. ബി എത്രയാ? ബി വാല്യൂ അപർണ, ബി വാല്യൂ എത്രയാ? 3.5 മീറ്റർ. 0.5 മീറ്റർ. ഡെപ്ത് ഓഫ് കട്ട് ഓഫ് അപർണ തന്നെ പറഞ്ഞോ. ഡെപ്ത് ഓഫ് കട്ട് ഓഫ് കട്ട് ഓഫിന്റെ ഡെപ്ത് നമ്മൾ ഇച്ചിരി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ അപർണ? depth of cutoff 3.1. 3.1 മീറ്റർ. ബോത്ത് അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും 3.1 മീറ്റർ. അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും 2.6 മീറ്റർ എന്ന് പറഞ്ഞു. സോ ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ L1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അറിയില്ല. L1 കാൽക്കുലേറ്റ് ചെയ്യും. L1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഈ ഡെപ്ത് ആണ് 3.1. സോ ഇതിലൂടെ ക്രീപ്പ് ചെയ്യുന്ന ഈ പോർഷൻ വരെ, അതായത് കട്ട് ഓഫിന് തൊട്ട് മുന്നേ തൊട്ടാണ് എന്ത് ക്രീപ്പിംഗ് തുടങ്ങുന്നത്. കാരണം അതിന് മുന്നേ ഒക്കെ ഇവിടെയൊക്കെ എന്താ ചുമ്മാ പെർവിയസ് ആയിട്ടുള്ള പോർഷൻ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇംപെർവിയസ് ലെയർ. ഇംപെർവിയസ് ലെയറിന്റെ ഉള്ളിലൂടെ വെള്ളം പോകൂല. അതുകൊണ്ടാണ് ബോട്ടം കോണ്ടൂറിൽ കൂടെ പോകുന്നെന്ന് പറഞ്ഞത്. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു രീതിയിലായിരിക്കും ക്രീപ്പിംഗ് ഉണ്ടാവുക. സോ ഇതാണ് ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത്ര ലെങ്ത് റെഡിൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മളുടെ കണ്ടീഷൻ എന്താ? ബ്ലൈക്സിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ഷുഡ് ബി ഈക്വൽ ടു ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് മിനിമം എത്രയെങ്കിലും കൊടുക്കണം. പൈപ്പിംഗ് തടയാൻ വേണ്ടിയിട്ട് ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് മിനിമം എത്രയെങ്കിലും കൊടുക്കണം. ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു C ഇൻറ്റു HL എങ്കിലും മിനിമം പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിയുടെ വാല്യൂ 12, HLന്റെ വാല്യൂ അർച്ചന
HLന്റെ വാല്യൂ എത്രയാ? 2.6 meter. 2.6. സോ C ഇൻറ്റു HL എന്ന് പറയുന്നത് എത്ര കിട്ടും? 31.2. 31.2 മീറ്റർ എന്ന് കിട്ടി. സോ അതായത് ബ്ലൈറ്റ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇത്, ഡി എന്ന് പറയുന്ന പോയിന്റ് ഇതാന്ന് വിചാരിച്ചു. അപ്പൊ എ ടു ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മിനിമം എത്രയെങ്കിലും വേണം? 31.2 എങ്കിലും വേണം. സോ ആ 31.2വിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? 31.2 ഈസ് ഈക്വൽ ടു in terms of the depth of cutoff, total creep length in terms പറഞ്ഞേ അർച്ചന. 2 എങ്ങനെ into ആ 2 into 3.1 ആ plus L1 ആ plus B ബി വാല്യൂ പോരെ? 3.5 ആ plus ഉം. L2 ഇവിടെ മാർക്ക് 12 plus 2 into 3.1. 3. സോ ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് L1ന്റെ വാല്യൂ പറഞ്ഞു കേട്ടോ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും L1 എത്ര കിട്ടി? 3.3. 3.3. സോ അതൊരു 4 മീറ്റർ ആയിട്ട് കൊടുത്തു. സോ L1 എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ നമ്മളുടെ ഫ്ലോർ ഓക്കെ ക്ലിയർ. ഫ്ലോറിന്റെ കാര്യവും തീർന്നു. ഇനി നമുക്ക് എന്ത് വേണം? ഫ്ലോറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് ഫ്ലോറിന്റെ ലെങ്ത് ഓക്കെ ആയി. ഇനി എന്ത് വേണം? ഫ്ലോറിന് എത്ര തിക്നെസ് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, തിക്നെസ് കൊടുക്കണം എന്നുള്ളത്. സോ ഇതാണ് നമ്മളുടെ വേറെ ഓക്കെ.
സോ ഇതാണ് നിങ്ങളുടെ വെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് നിങ്ങളുടെ അപ്സ്ട്രീം പോയിന്റ് എടുക്കുക. ഈ അപ്സ്ട്രീം പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു നോമിനൽ തിക്നെസ് കൊടുത്താൽ മതി. അതിന് കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? ഇവിടെ വെള്ളമുണ്ട്. സോ അപ്ലിഫ്റ്റ് പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോഴ്സ് നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സൾഫേറ്റ് കൂടുതലാണ്. ദെയർഫോർ അപ്സ്ട്രീമിനെ കുറിച്ച് നമുക്ക് അധികം വറീഡ് ആവേണ്ട കാര്യമില്ല. പ്രശ്നം എവിടെയാ വരുക? ഡൗൺ സ്ട്രീമിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഡൗൺ സ്ട്രീമിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ഈ ഒരു പോയിന്റ് ആണ്. ഈ ഒരു കോർണർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മളുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിലെ തിക്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാതെ എല്ലാ പോയിന്റിലെയും തിക്നെസ് നമുക്ക് കാൽക്കുലേഷൻ നടക്കില്ല, പോസിബിൾ അല്ല. ദെയർഫോർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു കോർണർ ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷനിലെ തിക്നെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്നാ? ദിയ, ഇക്വേഷൻ എന്താ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള? ഫ്ലോർ തിക്നെസിന്റെ ഇക്വേഷൻ 4/3 h by g minus 1. 4/3 h by g minus 1. അല്ലെ h എന്താ? ഇന്നലത്തെ നോട്ട് എടുത്ത് നോക്ക്. h എന്താന്നുള്ളത് ഫ്ലൈക്സ് തിയറിയുടെ റെസിഡ്യുവൽ ഹെഡ് ആണ്. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനിലേക്കുള്ള ഓർഡിനേറ്റ് ആണ് h എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യണം. ഇനി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എങ്ങനെ പ്ലോട്ട് ചെയ്യും? എങ്ങനെയാ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്? എവിടെ പൈലുണ്ടോ അവിടെ എല്ലാം ഈ ഡിപ്രഷൻ വരും. ഓക്കെ, സോ ഇതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത്. റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. സോ എച്ച് എന്ന് പറയുന്നത് എന്താ? എച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഓർഡിനേറ്റ് നമ്മളുടെ ഏത് പോയിന്റ് ആണോ എടുത്തിരിക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഓർഡിനേറ്റ് ആണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുക. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനിലേക്കുള്ള ഓർഡിനേറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇനി ഈ റെസിഡ്യുവൽ ഹെഡ് കണ്ടുപിടിക്കുക? ഗോകുൽ, എങ്ങനെ എച്ച് കണ്ടുപിടിക്കും? HL മൈനസ് ഹെഡ് ലോസ് HL മൈനസ് ഹെഡ് ലോസ് ചെയ്താൽ മതി. അതായത് HL എന്ന് പറയുന്ന ഈ ഒരു ടോട്ടൽ ഡെപ്ത് ആണ് HL. L എന്ന് പറയുന്നത് ഈ പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അത് മൈനസ് ചെയ്യുക. ഇനി ഹെഡ് ലോസ് എങ്ങനെ കണ്ടുപിടിക്കും? ഹെഡ് ലോസ് ടു ദാറ്റ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? HL/L into creep length. HL/L into creep length ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ് ലോസ് കിട്ടും. ഓക്കെ, ഇനി സോ അങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലാതെയും ചെയ്യാം കേട്ടോ. അല്ലാതെ ഉള്ള മെത്തേഡ് പഠിപ്പിച്ചു തരണോ അതോ ഇത് മാത്രം മതിയോ? നമുക്ക് ഒരു സജഷൻ പറയോ? വേറൊരു വഴിയുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, അത് പറയണോ അതോ എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം? എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവോ വേറെയും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ?
മതിയോ? ഞാനൊരു പറ്റുന്നവര് ശ്രദ്ധിച്ചാൽ മതി. അല്ലെ ഞാൻ ഒരു ഇതുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്താ വെച്ചാൽ HL ഉണ്ട്, HL നിന്ന് ആദ്യം ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതല്ലാതെ നേരെ തിരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ റെസിഡ്യൂൽ ഹെഡ് കിട്ടും. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ HL കണ്ടുപിടിക്കും, മൈനസ് HL/L ഇൻറ്റു ഇവിടം വരെയുള്ള ക്രീപ്പ് ലെങ്ത് ചെയ്യുമ്പോഴത്തേക്കും ഹെഡ് ലോസ് കിട്ടും. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? HL/L ഇൻറ്റു ഈ ഒരു ലെങ്ത് കണ്ടുപിടിച്ചാൽ നേരെ കിട്ടുന്നത് സ്മോൾ h ആയിരിക്കും. ഈ ക്രീപ്പ് ലെങ്ത് എടുത്താൽ മതി. അതായത് തിരിച്ചുള്ള ക്രീപ്പ് ലെങ്ത് എടുക്കുവാണെങ്കിൽ നേരെ കിട്ടുന്നത് ഈ ഹെഡ് ആയിരിക്കും, റെസിഡ്യൂൽ ഹെഡ് തന്നെ ആയിരിക്കും. ഫോർവേഡ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അതായത് വെള്ളം ഒഴുകുന്ന ആ സെയിം ഡയറക്ഷനിൽ പോകുവാണെങ്കിൽ HL/L ഇൻറ്റു ആ സെയിം ഡയറക്ഷനിലുള്ള ക്രീപ്പ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹെഡ് ലോസ് ആണ്. എന്നിട്ട് ടോട്ടൽ ഹെഡ് ലോസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് റെസിഡ്യൂൽ ഹെഡ് കിട്ടുക. ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുന്ന വിചാരിച്ചു. HL/L ഇൻറ്റു ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ക്രീപ്പ് ലെങ്ത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്മോൾ h കിട്ടും ഡയറക്റ്റ് ആയിട്ട്. അത് വേണോ ഇത് വേണോ? ഫസ്റ്റ് കേസ് വേണോ സെക്കൻഡ് കേസ് വേണോ? ചാറ്റ് ബോക്സിലെങ്കിലും ഇടുവോ? ഫസ്റ്റ് കേസ് സെക്കൻഡ് കേസ് അല്ലേ ഇച്ചിരിയും കൂടെ എളുപ്പം അല്ലേ? രണ്ട് കേസും ജസ്റ്റ് പഠിച്ചു വെച്ചോ. സംഭവം ഇത്രയേ ഉള്ളൂ. ടോട്ടൽ HL നിന്ന് HL/L ഇൻറ്റു ഫോർവേഡ് ഡയറക്ഷനിലെ ക്രീപ്പ് ലെങ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ h കിട്ടും. അതേസമയം HL/L ഇൻറ്റു ബാക്ക്വേർഡ് ഡയറക്ഷനിലെ ക്രീപ്പ് ലെങ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റെസിഡ്യൂൽ ഹെഡ് കിട്ടും. രണ്ട് കേസിൽ ചെയ്താലും h കിട്ടും. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അതുകൂടെ പറയാം. അതായത് നിങ്ങൾ ഇവിടുത്തെ ഈ ഓർഡിനേറ്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക. അതായത് ഈ ഒരു കേസ് പറയുമ്പോൾ HL/L ഇൻറ്റു 2d1 അല്ലേ ചെയ്യുന്നത്? അതായത് ഇത്രയും ഓർഡിനേറ്റ് മാത്രം. ഇപ്പൊ C എന്ന് ഞാൻ D എന്ന് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ C2D എന്ന് പറയുന്നല്ലേ ഈ ഡിപ്രഷൻ കാണിക്കുന്നത്. അപ്പം C2Dയുടെ മാത്രം വാല്യൂ എത്രയാണെന്നുള്ളത് ഇവിടെ ഡിനോട്ട് ചെയ്ത് വെക്കുക. ഹെഡ് ലോസ് എത്രയാണെന്നുള്ളത്. അപ്പം HL/L ഇൻറ്റു ഈ ക്രീപ്പ് ലെങ്ത് 2 ഇൻറ്റു D1. ഇതിപ്പോ 3.1 ആയതുകൊണ്ട് D1 ഉം D2 ഒന്നും ഇല്ലല്ലോ, രണ്ടും D1 തന്നെ. സോ 2 ഇൻറ്റു D1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് 2 എന്ന് എഴുതുക. എക്സാമ്പിൾ ആണേ പറയുന്നത് 2 എന്നും. അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ ഹെഡ് എത്രയാണെന്നുള്ളത് നോക്കുക. ഈ ഡിപ്രഷൻ ഹെഡ് എന്ന് പറയുന്നത് എത്രയാ? HL/L ഇൻറ്റു 2d1 എന്ന് എഴുതുക. ഈ ഡിപ്രഷൻ ഹെഡും കണ്ടുപിടിച്ച് വെക്കുക. സോ ഇത് ഈ ഒരു വാല്യൂ ഒരു 2.5 എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. ഇനി ഇത് ഇന്റർപോളേറ്റ് ചെയ്താലും മതി. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഡെപ്ത് ഇപ്പം 3 ആയിരുന്നു എന്ന് വിചാരിച്ചു. 3 വേണ്ട, ഒരു 4 ഇരിക്കട്ടെ. 4 മീറ്റർ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയമെൻഷൻ എത്രയായിരിക്കും? 4 മൈനസ് 2.5 എന്ന് പറയുമ്പോൾ 1.5 എന്ന് കിട്ടും. സോ ഇനി ഈ ഒരു പോർഷനെ ഇന്റർപോളേറ്റ് ചെയ്താൽ മതി. ഇത് വരും. ഓക്കെ, അപ്പൊ ഞാൻ ആ പച്ച വരച്ചേക്കുന്നത് മാത്രം ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുകയാണ്. ഇത് 2, ഇത് 1.5. ഈ ടോട്ടൽ ലെങ്ത് എത്രയോ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ ഫ്ലോർ ലെങ്ത് ആയിരിക്കും. അതിപ്പോ ഫോർ എക്സാമ്പിൾ 20 ആണെന്ന് വിചാരിച്ചു, 20 മീറ്റർ. ഇനി നമുക്ക് ഏത് പോയിന്റിലാ വേണ്ടേ? ഈ H ആണ് വേണ്ടത്. H ആണ് വേണ്ടത്. H. സോ അവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 12 ആണെന്ന് വിചാരിച്ചു. ഇനി ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? H ഡയറക്റ്റ് ഇന്റർപോളേഷനും കൂടെ കിട്ടും. ഓക്കെ, അങ്ങനെ 3 മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇനി നമ്മള് ബാക്കി
പ്രോബ്ലത്തിലേക്കെല്ലാം പോകുമ്പോഴത്തേക്ക് തേർഡ് മൊഡ്യൂളിലെ എല്ലാ പ്രോബ്ലവും നമ്മൾ ഈ ഇന്റർപൊളേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഫുൾ ഇന്റർപൊളേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇന്റർപൊളേഷൻ പഠിച്ചു വെക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, നമുക്ക് ഏത് പോയിന്റിലാണോ എച്ച് വേണ്ടത്, ഹെഡ് വേണ്ടത്, ആ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് മെത്തേഡ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഇന്റർപൊളേഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. 2 പോയിന്റ്സ് എടുക്കുക, ആ പോയിന്റിലെല്ലാം വാല്യൂസ് എത്രയാന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക, എന്നിട്ട് ഇന്റർപൊളേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഏത് വേണം? 1 വേണോ, 2 വേണോ, 3 വേണോ? തേർഡ് മെത്തേഡ് മതിയോ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും. അലീന, ഏത് മെത്തേഡ് വേണം അലീന? തേർഡ്. തേർഡ് മതി. അതിലപ്പോ ഇങ്ങനെ ഈ ക്രീപ്പ് ലെങ്ത് അങ്ങനെ ബഹളം ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഇന്റർപൊളേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ്. നാളെ നമുക്ക് തിക്നെസ് ജസ്റ്റ് പറഞ്ഞു. നിങ്ങൾ ഇത് മറക്കരുത്. ഇന്റർപൊളേഷൻ വെച്ചിട്ടാണ് നമ്മൾ നാളെ ചെയ്യാൻ പോയപ്പോൾ സമയം കഴിഞ്ഞില്ലേ. സോ നാളെ നെക്സ്റ്റ് ഡേ നമുക്ക് ഇന്റർപൊളേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു ഫിഗർ വരച്ച് വെക്കുക കേട്ടോ, ഫിഗർ വരച്ച് വെക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയിട്ട്.